പ്രൈസ് ദി ലോർഡ്. ലവ് ബ്രേക്സ് ദ ലോ. മോശ നിയമം കൊണ്ടുവന്നു, യേശു സ്നേഹം കൊണ്ടുവന്നു. പണ്ട് ഞാൻ പഠിച്ചൊരു സ്കൂളിൽ കൊച്ചു ക്ലാസ്സിൽ 3-ോ 4-ലോ ഒക്കെ പഠിക്കും, ബോർഡിങ്ങിൽ പഠിക്കുക. അപ്പോൾ അന്ന് അവിടെ ഒരു ദിവസം, വർഷത്തിലൊരു ദിവസം റിട്രീറ്റാണ്. അപ്പം അന്ന് ധ്യാനമാണ്. അപ്പം ധ്യാനം എന്ന് പറഞ്ഞാൽ കൂടിയിരുന്ന് ഇരിക്കുക. അപ്പം അന്ന് ധ്യാനത്തെപ്പറ്റി അറിയുന്നത് മിണ്ടത്തില്ല, അത്രയുമേ എനിക്കറിയത്തുള്ളൂ. കാര്യം അന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് ആരും തമ്മിൽ സംസാരിക്കാൻ പാടില്ലാത്തൊരു ദിവസമാണ്. പിന്നെ എല്ലാവരും അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും, മിണ്ടാതിരിക്കും. അപ്പം മിണ്ടാതിരിക്കും, പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്നാണ് വകുപ്പ്. പക്ഷേ നമുക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് മിണ്ടാതിരിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇത് എല്ലാ വർഷവും ഉള്ളതാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ വീട്ടുകാരെയൊക്കെ അറിയിക്കും. അന്ന് വിസിറ്റേഴ്സ് പാടില്ല. അപ്പം അന്ന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് 1 മാസം 2 മാസം മുമ്പൊക്കെ വീട്ടിൽ വിളിച്ച് പറച്ചിൽ കുറവാണ്. ഞാനീ പറയുന്ന കാലത്ത് എഴുത്താണ്. അപ്പോൾ അങ്ങനെ എഴുതി പറയും, ഇന്ന ദിവസം വിസിറ്റേഴ്സ് അലൗഡ് അല്ല, ധ്യാനമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിന്നു. സൂക്ഷം പോലെ ആ ദിവസം എൻ്റെ ഗ്രാൻഡ് മദർ ഞാൻ എൻ്റെ സ്കൂളിൻ്റെ ടൗണിൽ വരാനിടയായപ്പോൾ പിന്നെ അവനെ ഒന്ന് കണ്ടിട്ട് പോകാം. അപ്പോൾ എൻ്റെ ഇളയ കൊച്ചമ്മയുണ്ട് കൂടെ, നമുക്ക് അവനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ വന്നു. അവിടെ വന്നിട്ട് വാർഡൻ്റെ അടുത്ത് ഇന്ന പോലെ കൊച്ചുമോനെ കാണാൻ വന്നതാന്ന് പറഞ്ഞപ്പോൾ വാർഡൻ ഒരു ഇത് ചോദിച്ചു, ഇന്ന് തന്നെ കാണാൻ നിർബന്ധം വല്ലതും ഉണ്ടോ, എന്തെങ്കിലും അത്യാവശ്യം വല്ലതും ഉണ്ടോ? ഒരു അത്യാവശ്യമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അത്യാവശ്യമില്ലെങ്കിൽ പിന്നെ കണ്ടാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ അത്യാവശ്യം ഇല്ല എന്ന് പറഞ്ഞ അമ്മച്ചിക്ക് ഇത് പിന്നെ കണ്ടാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ ഡൗട്ടായി. ഇനി അവൻ എന്തോ പറ്റി, അവന് സുഖമില്ലേ, അവനോട് ഇവിടെ ഇല്ലേ, ആശുപത്രിയിൽ വല്ലതും ആണോ, അങ്ങനെ ടെൻഷനായി. അങ്ങനെ ആ അമ്മച്ചി പറഞ്ഞു, ഇല്ല കാണണം. അപ്പോഴത്തേന് അവർ അതിൻ്റെ നിയമവശം വെച്ചിട്ട് അവർ പറയാൻ ശ്രമിച്ചു, ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോഴത്തേന് അമ്മച്ചി പറഞ്ഞു, ഇല്ല കണ്ടേ പോലെ. അവിടെ നിയമം സ്ട്രോങ് ആയി, ഇവിടെ സ്നേഹം സ്ട്രോങ് ആയി. ലോ അവിടെ മസിൽ പിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ ലവ് കടന്ന് കയറി പിടിച്ചു, കണ്ടിട്ടേ പോകത്തുള്ളൂ, കൊച്ചുമോനെ എനിക്ക് കാണണം. അപ്പോൾ അതിൽ പിള്ളേരൊക്കെ ഇങ്ങനെ പോകുന്നു, അവരൊക്കെ ഇങ്ങനെ ആംഗ്യം കാണിക്കുമോ, ആരാ വർത്താനം പറയത്തില്ലല്ലോ, അപ്പോൾ ആരാണ്ട് അവിടെ നിന്ന് ശിവകുര്യൻ ആണോ, ആണോ. അപ്പോൾ അമ്മച്ചിക്ക് പിന്നെ ടെൻഷനായി. അമ്മച്ചിക്ക് പറഞ്ഞു, ഇല്ല കണ്ടേ പറ്റൂ. അവസാനം എന്നെ വിളിപ്പിച്ചു, ഞങ്ങൾ പോയി കണ്ടു, സംസാരിച്ചു. ഞാൻ പറഞ്ഞത് എത്ര വലിയ നിയമമാണെങ്കിലും അതിനെ ബ്രേക്ക് ചെയ്യുന്നൊരു സ്നേഹമുണ്ട്. ആ സ്നേഹമാണ് യേശു ക്രിസ്തു ക്രൂശിയെ നമുക്ക് കാണിച്ചു തന്നത്. അതുകൊണ്ട് എന്ത് വലിയ സാഹചര്യമാണെങ്കിലും നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. സ്നേഹത്താൽ ജയിക്കാത്ത ഒരു കാര്യവുമില്ല. ആ സ്നേഹം കർത്തൃ സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുക. ആ സ്നേഹത്തിൻ്റെ പവർ അൺലിമിറ്റഡ്. God bless you.